നമസ്കാരം, എല്ലാവർക്കും ഉദയംപേര് വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നടക്കാവ് പഴയ ഇലക്ട്രിസിറ്റി മുതൽ വെട്ടിക്കാപ്പള്ളി വരെ ഉള്ള റൂട്ടിലെ ചില കാഴ്ചകളാണ്. ഒരുപക്ഷെ വളരെ സങ്കടകരമായതും ദാരുണപരമായതും അതുപോലെ കുറെ അപകടപരമായതുമായ ചെറിയ വിഷയമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന്, ആ റോഡ് എന്നത് എപ്പോഴും വാഹനങ്ങൾ പോകുന്ന ഒരു റോഡല്ല. കുറെ വാഹനങ്ങൾ അത്യാവശ്യ സർവീസിലേക്ക് ഇപ്പോൾ PKMC ഗവൺമെന്റ് ആശുപത്രിയിലേക്കും അതുപോലെ പ്രഭാത് പബ്ലിക് സ്കൂളിലേക്കൊക്കെ പോകുന്ന ഒരു സ്കൂളുണ്ട്. അവിടെ അങ്ങോട്ട് പോകുന്ന ഒരു റോഡാണെങ്കിലും ആ വഴിയിൽ ഇപ്പോൾ വ്യാപകമായി പട്ടികളുടെ ശല്യം വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. പട്ടികളുടെ ശല്യം എന്ന് പറഞ്ഞാൽ നിസ്സാര ശല്യമല്ല കേട്ടോ. ഇന്ന് നമ്മൾ അതിന്റെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പല ആളുകളുടെ അടുത്ത് സമീപിക്കുകയുണ്ടായി. അവിടെ NSS കരയോഗത്തിന്റെ അടുത്ത് തന്നെ വേസ്റ്റുകളെല്ലാം രാത്രി ആരോ കൊണ്ട് ഡംപ് ചെയ്യുക. വേസ്റ്റുകൾ നിറഞ്ഞ് കൂമ്പാരമായി അത് ഭക്ഷിക്കാൻ വേണ്ടി ഒട്ടനവധി പട്ടികൾ വന്ന് അവിടെ മുഴിക്കത്തോടിന്റെ മലിനജലവും അതുപോലെ തന്നെ ആ ഭാഗത്തേക്ക് ആ കരയോഗം വളഞ്ഞ് വെട്ടിക്കാപ്പള്ളിയിലേക്ക് പോകുന്ന വഴിക്കെല്ലാം കാടുപിടിച്ച് പട്ടികള് പെറ്റുപെരുകി അവിടെ തന്നെ ആവശ്യത്തിന് വേസ്റ്റുകളുള്ളത് കാരണം അതെല്ലാം തിന്ന് അവിടെ വഴിയാത്രക്കാരായി നടന്നു വരുന്ന ഒരുപാട് ആളുകൾ, കാരണം ഒരുപാട് ആളുകൾ നടന്നു വരുന്ന PKMC കോളനിയിലേക്കും ഫിഷർമാൻ കോളനിയിലേക്കും അങ്ങനെയൊക്കെ നടന്നു വരുന്ന ഒരുപാട് ജോലി കഴിഞ്ഞ് വരുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വരുന്ന വഴിയാണ്. പട്ടിശല്യം ഉണ്ടോ? ആണല്ലേ, പട്ടി ഉപദ്രവ പ്രശ്നമാണല്ലേ. ഇവിടെ ഈ വേസ്റ്റ് എല്ലാം കൊണ്ടിട്ടുകൊണ്ടായിരിക്കും അല്ലേ? ആണല്ലേ, പട്ടി ഭയങ്കര പ്രശ്നം. ആ വഴിയിൽ ഇപ്പോ അവിടെ യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാർ നടന്നു തന്നെയാണ് ഈ MLA റോഡിൽ വന്ന് കയറുന്നതും MLA റോഡിലേക്ക് അല്ല അവിടെ നിന്ന് നേരെ തീരദേശ മേഖലയിലേക്ക് പോകുന്നത്. പട്ടിശല്യം വ്യാപിച്ചു വരികയാണ്. അതുപോലെ തന്നെ വേസ്റ്റ് കൊണ്ടുപോയിടുന്നത് ഇത് ഒരുപക്ഷെ ഉദയംപേര് പഞ്ചായത്തിന്റെ 17ാം വാർഡില് കൂടെ കടന്നു പോകുന്ന ഈ റോട്ടില് വെട്ടിക്കാപ്പള്ളിയിലേക്ക് പോകുന്ന റോട്ടില് ആളുകള് അധികം ശ്രദ്ധിക്കാത്തൊരു വിഷയമാണെങ്കിലും ഇത് എത്രത്തോളം ഭയാനകരമാണ് എന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. കാരണം ഒരു പട്ടി എന്ന് പറഞ്ഞാൽ ഒരു 5-6 പട്ടി, ഇതങ്ങനെ ഒരു പട്ടിക്കൂട്ടങ്ങളാണ്. ഒരാൾ നടന്നു വരുമ്പോ പുറകെ ഓടി വരിക, കുരക്കുക, ഇതിനൊക്കെ എന്താ പറയാ, ഇതിനൊക്കെ പിടിച്ച് വാക്സിനേഷൻ നൽകുകയോ എന്തെല്ലാം ചെയ്യുകയോ എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മള് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് നല്ലത് അത് സംഭവിക്കാതെ നോക്കുക എന്ന് തന്നെയാണ്. അപ്പൊ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം ഞാൻ ആ വഴി വന്നപ്പോ എന്നോട് പലരും പറയുണ്ടായി. പിന്നെ ഈ വാർത്തയിലേക്ക് തന്നെ കുറെ ഫോൺ കോളുകൾ വരെയുണ്ടായി, ഇങ്ങനെ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോഴല്ലേ ഇത്ര ഗൗരവമാണ് ഈ വിഷയം എന്ന് പറയുന്നത്. ചെറിയൊരു വിഷയമാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മനുഷ്യനെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ എല്ലാ വിഷയങ്ങളും വലിയ വിഷയങ്ങൾ തന്നെയാണ്. മനുഷ്യ മൂല്യങ്ങളെ സംരക്ഷിക്കുമ്പോഴാണ് ഒരു ഗ്രാമം അതിന്റെ പരിപൂർണമായ വികസനത്തിലേക്ക് എത്തി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഭയങ്കര പട്ടിയുടെ ശല്യമാണ്. ഈ ആൾക്കാർ കൊണ്ട് വേസ്റ്റ് കൊണ്ട് ഇടുന്നതിൻ്റെയാണ്. പിള്ളേരും ആൾക്കാരൊക്കെ പോകുമ്പോൾ നിറച്ച് പട്ടി പുറകെ ഓടി നടക്കുന്ന ഒരു സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ വേസ്റ്റ് കഴിക്കാനായിട്ട് പട്ടികൾ വന്നിട്ടുണ്ട്. വേസ്റ്റ് കൊണ്ടിടുന്നതിന്റെ ആയിരിക്കുമല്ലേ പട്ടികൾ കൂടുതൽ വരുന്നത്? ഇവിടെ വേസ്റ്റിന്റെ അടുത്താണ് പട്ടികൾ എപ്പോഴും നിൽക്കുന്നത്. അത് വേറെ ഇത് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ആൾക്കാർ പോകുമ്പോൾ അവരുടെ പുറകെ പട്ടി ഓടി നടക്കുന്ന സംഭവമൊക്കെ ഉണ്ട് എപ്പോഴും. മിക്കവാറും രാത്രികളിലൊക്കെ ഇതിലൂടെ പോകാനായിട്ട് നമ്മൾ വണ്ടി കൊണ്ടൊക്കെ പോകുമ്പോൾ പട്ടി നിറച്ച് ഓടി വന്നതും ആൾക്കാർ പോകുമ്പോൾ പുറകെ ഓടി നടക്കുന്നതൊക്കെ ഉണ്ട്, പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പട്ടിശല്യവും കൂടുതലാണല്ലോ. പട്ടിശല്യം കൂടുതലാണ്. രാത്രിയല്ല, പകല് തന്നെ അടക്കാൻ പറ്റുന്നില്ല. വൈകുന്നേരം ജോലികളൊക്കെ കഴിഞ്ഞ് വരുന്ന സ്ത്രീകളൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ വേസ്റ്റ് കൊണ്ടിടുന്ന ആരാന്ന് അത് കൃത്യമായിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. അത് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നന്നായിട്ട് വേസ്റ്റ് ഇട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചാലിൽ നോക്കിയാൽ മതി, ഇത് എവിടുന്നോ ഒഴുക്കി വിടുന്ന അഴുക്ക് വെള്ളമാണ്. ഈ വെള്ളം കണ്ടാൽ അറിയാം ഇത് എവിടുന്നോ ഒഴുകി വരുന്ന കക്കൂസിലെ വേസ്റ്റ് വെള്ളമാണ് ശരിക്കും. അത് നോക്കിയാൽ അറിയാം, ഒരു മണവും കളറും ഒക്കെ നോക്കിയാൽ അറിയാം.
പക്ഷെ ആരും ശ്രദ്ധിക്കുന്നുമില്ല, അതിന് പ്രതിവിധികളൊന്നുമില്ല. അപ്പൊ ആ ഗ്രാമത്തിന്റെ വികസനം എന്നത് ഗ്രാമത്തിലെ എല്ലാ മനുഷ്യർക്കും ലൂടെയും കടന്നു പോകുന്ന ഒരു വികസന പ്രക്രിയയാണ് ഗ്രാമാന്തര വികസനം അല്ലെങ്കിൽ ഗ്രാമത്തിലെ വികസനം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ മേഖലകളെയും എടുത്ത് അതിനെ സങ്കീർണതകളെ റിപ്പോർട്ട് ചെയ്ത് ഒരു വാർത്തയുണ്ടാക്കുകയല്ല. നേർക്കാഴ്ചകളെ നേരിൽ കാണുമ്പോൾ അത് ഒരു മനുഷ്യന്റെ പ്രതിഷേധം അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ പറയാൻ കഴിയാത്ത പ്രതിഷേധത്തെ, ഇപ്പൊ വെട്ടിക്കാപ്പള്ളി റെസിഡൻസ് അസോസിയേഷൻ എല്ലാം ഈ വിഷയത്തില് പരാതി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഇതിനെതിരെ ഒരു അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ, അവിടുത്തെ വേസ്റ്റ് ഇടൽ കുറഞ്ഞാൽ തന്നെ പട്ടികൾ വരാറുണ്ടാവും. പിന്നെ അവിടുത്തെ മുഴിക്കത്തോടൊക്കെ ഇപ്പോ എന്താ പറയാ ദുർഗന്ധത്തോടുകൂടി ഒഴുകുകയാണ്, മലിനജനം വഹിച്ച് ഒഴുകുന്നൊരവസ്ഥയാണ്. ആ വഴി നടക്കുന്ന യാത്രക്കാർക്ക് ഉള്ള അനുഭവങ്ങൾ യുവി വാർത്തയോട് പങ്കുവെക്കുകയുണ്ടായി. എന്തായാലും പഞ്ചായത്ത് വിഷയത്തിൽ ഇടപെടുമോ ഇല്ലയോ എന്നതൊന്നും പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഇടപെട്ടില്ലെങ്കിൽ അവിടെ ആ പട്ടികടിയേറ്റ് ആർക്കെങ്കിലും ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായാൽ അത് ഒരു നാടിന്റെ സങ്കടമായിരിക്കുമെന്ന് അഭ്യർത്ഥിക്കുക എന്നതാണ് ഈ യുവി വാർത്ത ഇപ്പോൾ ചെയ്യുന്നത്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്ത വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.